കണ്ണൂരിട്ടിയിൽ പരിക്കേറ്റ ആനയെ പ്രാഥമിക ചികിത്സ നൽകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വായിൽ അതിഗുരുതരമായ പരിക്കാണ് ഏറ്റിട്ടുള്ളത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അതിന് ചെറിയ രീതിയിൽ ചികിത്സ നൽകിയിട്ടുണ്ട്. മയക്കുവെടി വെച്ച ശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മരുന്ന് നൽകിയത്. ഇപ്പോഴും ആനയെ അവിടെ മാറ്റാനുള്ള പരിപാടികൾ പുരോഗമിക്കുകയാണ്. വാഹനം എത്തിച്ചിട്ടുണ്ട്. ആ വാഹനത്തിൽ ആനയെ കയറ്റും. അതിനുള്ള വഴി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, അവിടെ ആനയെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള ഒരു നടപടി എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കയർ ഉപയോഗിച്ച് ബന്ധിച്ച ആനയെ കയറ് വലിച്ച് ഉള്ളിലേക്ക് ഈ ആനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. 2 മരക്കഷ്ണം ഉപയോഗിച്ച് ഈ ലോറി വാഹനത്തിൻ്റെ ഇരുവശത്തും ആന മാറിപ്പോകാതിരിക്കുക, അല്ലെങ്കിൽ ആന അവിടെ അതിനുള്ളിൽ തന്നെ നിൽക്കാൻ തക്ക സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് കയറ് വലിച്ച്, അതായത് അതിൻ്റെ കൈയും കാലും ഈ വടം ഉപയോഗിച്ച് ബന്ധിച്ചിട്ടുണ്ട്. അത് വലിച്ച് ആനയുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സാധാരണ നിലയിൽ നമുക്കിങ്ങനെ അല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. കുങ്കിയാനകളൊക്കെ സഹായത്തോടു കൂടി തന്നെ ആന ഇതിനുള്ളിലേക്ക് കയറ്റുന്നതാണ്. പക്ഷേ ആന കയറാൻ തയ്യാറാവുന്നില്ല. അതായത് ആനിമൽ ആംബുലൻസ് എത്ര വലിച്ചിട്ടും ആന മുന്നോട്ട് പോകുന്നില്ല. ആന കൈ കുത്തി ആന നിൽക്കുകയാണ്. അതായത് ഈ പറയുന്ന ആനിമൽ ആംബുലൻസിനുള്ളിലേക്ക് ആന ഒരു തരത്തിലും കയറാൻ തയ്യാറാവുന്നില്ല. അത് മുട്ടുകുത്തി നിൽക്കുകയാണ്. വളരെ പ്രയാസപ്പെട്ടാണ് ആനയെ അതായത് ആന കൈയും കാലും ഒന്നും എടുത്ത് ആനിമൽ ആംബുലൻസിന് മുകളിലേക്ക് വെക്കുന്നില്ല എന്നതാണ്. അത് മണ്ണിൽ തന്നെ കാൽ ഉറപ്പിച്ച് വെക്കുന്നു. ഒരു തരത്തിലും വാഹനത്തിനുള്ളിലേക്ക് കയറാൻ തയ്യാറാവുന്നേയില്ല. പരമാവധി ശ്രമിക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുറകിൽ നിന്ന് തള്ളുന്നുണ്ട്, മുന്നിൽ നിന്ന് വലിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും വാഹനത്തിനുള്ളിലേക്ക് ഒരു തരത്തിലും കയറാൻ തയ്യാറാവുന്നില്ല. വലിയ ഒരു ബലം പിടുത്തം ആനയുടെ ഭാഗത്തുനിന്നും സ്വാഭാവികമാണ്. അതിനറിയില്ല. അപ്പോൾ അത് ഒരു കാലെടുത്ത് വെച്ചു, പക്ഷേ അടുത്ത കാലെടുത്ത് വെക്കാൻ അത് തയ്യാറാവുന്നില്ല എന്നതാണ്. മാത്രമല്ല ഇത് കയർ ബന്ധിച്ച നിലയിലായതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലൊന്നും അതിന് മുന്നോട്ട് പോകുക സാധ്യമല്ല. അപ്പോൾ ഇപ്പോൾ ആനയെ പകുതി അതിൻ്റെ വാഹനത്തിനുള്ളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആന കുത്തി നിൽക്കുകയാണ്. അത് പകുതി കിടന്നുപോയൊരു അവസ്ഥയിലാണ്. പക്ഷേ അതിന് നല്ല അവശത ഉണ്ടാകാം, അതുകൊണ്ടൊക്കെ ആകാം. അതായത് ആന കിടന്നുപോയ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. ആന എഴുന്നേൽക്കാതെ എനിക്ക് തോന്നുന്നില്ല ആന എഴുന്നേൽക്കാതെ പൂർണ്ണമായും ഇതിനുള്ളിലേക്ക് കയറാൻ ആനയ്ക്ക് കഴിയുമെന്ന്. കാരണം ആന കിടന്നുപോയ സ്ഥിതിയാണ്. ആന എഴുന്നേക്കാൻ തയ്യാറാവുന്നേയില്ല. അതായത് ഒരു തരത്തിലും ആന എഴുന്നേക്കാൻ തയ്യാറാവുന്നില്ല. ആന അവിടെ കിടന്നുപോയി. മുൻകാലുകൾ മാത്രമാണ് ഈ വാഹനത്തിനുള്ളിലേക്ക് വെച്ചിട്ടുള്ളത്. ആനയുടെ പിൻകാലുകൾ ഇപ്പോൾ ഈ മണ്ണിലാണുള്ളത്. അപ്പോൾ വാഹനത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല. അത് ആനയെ തള്ളിക്കയറ്റുകയാണ്. കാരണം വേറൊരു മാർഗവുമില്ല. ആന വീണുപോയ ആനയെ തള്ളി ഇതിനുള്ളിലേക്ക് കയറ്റുക എന്നതാണ്. വേറെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആന അവശനാണ്. അതുകൊണ്ട് തന്നെയാണ് ആന കിടന്നു പോയിട്ടുള്ളത്. ആനയെ പരമാവധി എഴുന്നേൽപ്പിക്കാനൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആനയെ പൂർണ്ണമായും ആംബുലൻസിനുള്ളിലേക്ക്, അതായത് ആനിമൽ ആംബുലൻസിനുള്ളിലേക്ക് പൂർണ്ണമായും ആനയെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആന കിടന്നു പോയിരിക്കുന്നു. ആന പൂർണ്ണ ആരോഗ്യവാനല്ല. കാരണം വലിയ അവശനാണ് ആനയെ. പക്ഷേ ആനയെ മുഴുവനായും ഈ വാഹനത്തിനുള്ളിലേക്ക്, ആനിമൽ ആംബുലൻസിനുള്ളിലേക്ക് വലിച്ചും തള്ളിയും ഒക്കെ അതിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ അപ്പോഴും ആന വളരെ അവശനായി മാറിയിരിക്കുന്നു. ആന അവിടെ വീണു പോയിരിക്കുന്നു. ഇനിയിപ്പോൾ ആന എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇനിയുള്ളൊരു ശ്രമം, അതായത് ആന എഴുന്നേൽപ്പിക്കാനൊരു വലിയ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ആ ശ്രമം ഇതുവരെയും വിജയിച്ചിട്ടില്ല. ആന ഇവിടെ കിടന്നു പോയിരിക്കുന്നു. നേരത്തെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. മയക്കുവെടി വെച്ച് ആനയെ കൊണ്ടുപോയി ചികിത്സ നൽകിയാൽ കൂടി ആന അതിജീവിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല എന്നവർ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആനയെ ആംബുലൻസിനുള്ളിലേക്ക് കയറ്റാൻ കഴിഞ്ഞു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണമായും ആനിമൽ ആംബുലൻസിനുള്ളിലേക്ക് ആനയെ കയറ്റി കഴിഞ്ഞു. ആന പൂർണ്ണമായും ആംബുലൻസിനുള്ളിൽ ആണ് ഉള്ളത്. പക്ഷെ അപ്പോഴും അതായത് കിടന്നു പോയിരിക്കുന്നു, വീണു പോയിരിക്കുന്നു.
ആനയെ ഇപ്പോൾ ഉയർത്താനുള്ള ആന കിടന്നതുകൊണ്ട് നേരത്തെ കിട്ടിയ മരക്കൊമ്പുകളൊക്കെ ഒന്ന് അടിച്ച് അതിൻ്റെ രീതിയിലൊന്ന് പാകപ്പെടുത്താനുള്ളൊരു ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആന എങ്ങനെയും ഉയർത്താൻ കഴിയുമോ എന്നതാണ് നോക്കുന്നത്. കാരണം ആ 2 തടികൾ അവിടെ കെട്ടിവെച്ചതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് കെട്ടഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മുറിച്ച് മാറ്റിക്കൊണ്ട് മുറിച്ച് ആ തടികൾ മാറ്റുകയാണ്. ആന കിടന്നുപോയ അവസ്ഥയിൽ പിന്നെ അത്തരം മരങ്ങൾ വെക്കേണ്ട ഒരു സാഹചര്യമില്ല. ആന എങ്ങനെയെങ്കിലും ഉയർത്താൻ കഴിയുമോ എന്നാണ് ശ്രമിക്കുന്നത്. സാധാരണ ഇതിൽ പറയും ആനകൾ അത്യാവശ്യം ആരോഗ്യസ്ഥിതി ഉണ്ടെങ്കിൽ ആനകൾ നിൽക്കും. പക്ഷേ മയക്കത്തിൻ്റെയും ഉണ്ടാകാം, അതിൻ്റെ പരിക്കിൻ്റെ ഗുരുതരാവസ്ഥയും കാരണമാകാം ആന കിടന്നുപോയത്. ഇതിലും സാധ്യമായ രീതിയിലൊക്കെ നമ്മുടെ വനവകുപ്പ് സംഘം ആനയെ പരമാവധി സുരക്ഷിതമായി തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം എന്തായാലും തള്ളിയാണെങ്കിലും അതിനെ വാതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ കഴിഞ്ഞു. പക്ഷെ കടന്നുപോയി എന്നതാണ് ഒരു പ്രശ്നം. ഫെലിക്സ്, ഇപ്പം എല്ലാവരും ശ്രമിക്കുന്ന ആനയെ എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും ആനയെ എഴുന്നേൽപ്പിക്കാൻ വലിയ ശ്രമം നടത്തുന്നുണ്ട്. വെറ്ററിനറി സർജന്മാർ, ഡോക്ടർമാർ അടക്കമുള്ള സംഘം, ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവരൊക്കെ ചേർന്ന് ഈ ആംബുലൻസിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച ആനയെ പൂർണ്ണമായും വീണുപോയി ആനയെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ദിവിഷ സൂചിപ്പിച്ച പോലെ തന്നെ മയക്ക് വെടിയേറ്റ ആനയാണ്, അത് കൊണ്ട ആനയാണ്. ആ ആവശ്യത ആനയ്ക്കുണ്ട്. ഒപ്പം തന്നെ ആനയുടെ ആരോഗ്യസ്ഥിതി നേരത്തെ തന്നെ മോശമാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ആന എണീക്കുന്നില്ല, എഴുന്നേൽക്കാനാണ് ആന തയ്യാറാവുന്നില്ല. വീണുപോയി അവിടെ തന്നെ കിടക്കുകയാണ്. പൂർണ്ണമായി അവശനാണ് ആന. അതുകൊണ്ട് ആനയെ എഴുന്നേൽപ്പിക്കുക വളരെ ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെ ആയി മാറിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ശ്രമം ഈ ഡോക്ടർമാർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും അടങ്ങുന്ന സംഘം ആനയെ എഴുന്നേൽപ്പിക്കാനാണ് വലിയ ശ്രമം നടത്തുന്നത്. പക്ഷേ അത് വിജയിക്കുന്നില്ല എന്നതാണ്. ഒരു ഘട്ടത്തിലും അത് വിജയിച്ചിട്ടില്ല. ആന എഴുന്നേൽക്കാനൊന്നും തന്നെ തയ്യാറാവുന്നില്ല. ആന ഈ ആനിമൽ ആംബുലൻസിലേക്ക് മുൻകാലുകൾ വെക്കാൻ പോലും ആന തയ്യാറായിരുന്നില്ല. പിന്നീട് മുൻകാലുകൾ വെച്ച സമയത്ത് രണ്ടും മടങ്ങിപ്പോയിരുന്നു, മുട്ട് കുത്തിയ നിലയിലായിരുന്നു. പിന്നീട് പിന്നിൽ നിന്നും ഉന്തിയാണ് ആനയെ പൂർണ്ണമായും അതിനുള്ളിലേക്ക്, ആനിമൽ ആംബുലൻസിനുള്ളിലേക്ക് തിരക്കിൻ്റെതായോണ്ട് ആനയെ ചെരിച്ച് കിടത്തുവാണോ ചെയ്തപ്പോ? ദിവിഷ, എനിക്കും പൂർണ്ണമായും അത് കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ ചെരിച്ച് കിടത്തിയതാകാം. ആന ആദ്യം ഇങ്ങനെ പതിഞ്ഞിരുന്ന പോലെയാണ് ഇരുന്നത്. അപ്പൊ അതിനെ ഒന്നുകൂടി അതിന്റെ ഒരു ഇരിപ്പൊന്ന് സുഖകരമാക്കാൻ വേണ്ടി അതിനെ ചെരിച്ച് കിടത്തിയതാണോ എന്ന് സംശയം. ഡോക്ടറും ഒക്കെ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ട് ആ ജീവൻ രക്ഷിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിരപ്പള്ളിയിൽ നമുക്ക് സങ്കടകരമായ ഒരു ഫലമാണ് ഉണ്ടായത്. ഇവിടെ അങ്ങനെ ആകാതിരിക്കട്ടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. 3 ഡോക്ടർമാരുണ്ട് അവിടെ. ഒപ്പം തന്നെ വനപാലകരുടെ RRT സംഘമൊക്കെ ചേർന്നാണ്, ഒപ്പം നാട്ടുകാരുടെയും ഒക്കെ ഒരു സഹായമുണ്ട്. എല്ലാവരും കൂടെ ചേർന്നാണ് ആനയെ വാഹനത്തിലേക്ക് കയറ്റിയതും അതിനെ വീണ്ടും പരിശോധിക്കുകയാണല്ലേ.